പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഏതാനും ആഴ്ചകൾക്ക് ശേഷം ബോസ്റ്റൺ പ്രെയർ ലൈനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. ഗാനങ്ങൾ ആലപിച്ച ലാലുവിനോടും കുടുംബത്തോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ബോസ്റ്റൺ പ്രെയർ ലൈനിൽ നമുക്ക് ഒരുമിച്ച് ഇത്രയും പേർക്ക് ഈ പ്രഭാത സമയം ദൈവത്തെ ആരാധിക്കുവാനും അവന്റെ വചനം കേൾപ്പാനും ദൈവം സഹായിച്ച വലിയ സമയത്തിനായി, വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. So, ഈ മുഖംവര കൂടാതെ നമുക്ക് ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് കടക്കാം. കഴിഞ്ഞ ഏതാനും പ്രെയർ ലൈൻ മീറ്റിങ്ങുകൾ ഞാൻ പുതിയ നിയമത്തിൽ നിന്നാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പഴയ നിയമത്തിലെ ഒരു പാസേജ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന വളരെ പരിചിതമായ പ്രവചന പുസ്തകമായ യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം, അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് വായിപ്പാൻ ഉദ്ദേശിക്കുന്ന. യെശയ്യാവ് 55-ന്റെ 6 മുതൽ 11 വരെ. അതിൽ ആദ്യമായി നമുക്ക് 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. 55-ന്റെ 6ഉം 7ഉം. ഐസായ 55 verse 6 and 7. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. താങ്ക് യു ബ്രദർ. ദൈവനാമത്തിന് മഹത്വം. ഈ വായിച്ച വേദഭാഗം നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. യെശയ്യാവിന്റെ പശ്ചാത്തലം ഞാൻ അധികം പറയുന്നില്ല, എങ്കിലും യെശയ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം രക്ഷ യഹോവയാകുന്നു എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം നമുക്കറിയാം 66 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. ബൈബിൾ നമുക്കറിയാം 66 പുസ്തകങ്ങളുള്ള ഒരു വലിയ പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ യെശയ്യാവിനെ പഴയ നിയമത്തിലെ സുവിശേഷം എന്നും പഴയ നിയമത്തിലെ ബൈബിൾ എന്നുമാണ് യെശയ്യാവ് പ്രവചനത്തെ അല്ലെ യെശയ്യാവിന്റെ പുസ്തകത്തെ നാം അറിയപ്പെടുന്നത്. അതിലെ ആദ്യത്തെ 39 അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ന്യായവിധിയെ പറ്റി പറയുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം ആദ്യത്തെ 39 അധ്യായം, 39 പുസ്തകങ്ങളെയാണ് കാണിക്കുന്നത് പഴയ നിയമത്തിലെ. അതുപോലെ തന്നെ 27 പിന്നീടുള്ള 27 അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ, അതായത് സുവിശേഷത്തെ പറ്റിയും രക്ഷയെപ്പറ്റിയും യേശു ക്രിസ്തുവിനെ പറ്റിയും ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെ പറ്റിയും ഒക്കെയും എഴുതുന്നുണ്ട്. അപ്പോൾ ഈ യെശയ്യാവിന്റെ പ്രവചനം എഴുതിയിരിക്കുന്ന നമുക്കറിയാം പ്രവാസത്തിൽ ആയിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് എഴുതിയ ഒരു പ്രവചന പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് യെശയ്യാവിന്റെ പ്രവചനം, അല്ലെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകം. നമുക്കറിയാം ബാബേൽ പ്രവാസത്തിലാണ് ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ പ്രവചനം എഴുതുമ്പോൾ അവര് ബാബേൽ പ്രവാസത്തിലേക്ക് പോകുവാനുള്ള കാരണങ്ങളും നമുക്കറിയാം. യഹോവയെ അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിച്ചതിന്റെ ഫലമായാണ് അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നത്. അതായത് അനുസരണക്കേടും, ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരണക്കേടും വിഗ്രഹാരാധനയും കാരണമാണ് അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. അതിന്റെ ഫലമായാണ് ഇസ്രായേൽ മക്കൾക്ക് ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. പ്രത്യേകിച്ച് നാം പറയുകയാണെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 40 മുതൽ 48-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള വിടുതലിനെ പറ്റി യെശയ്യാ പ്രവചനം പ്രവചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യെശയ്യാവിൻ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. അതുപോലെ 49-ാം അധ്യായം മുതൽ 55-ാം അധ്യായം വരെ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെ പറ്റിയും മിശിഹായുടെ ദൗത്യത്തെ പറ്റിയൊക്കെയാണ് നാം കാണുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 49 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ. ഈ 55-ാം അധ്യായം തുടങ്ങുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ വാക്യം തുടങ്ങുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ള വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. നമ്മളതിനെ അക്ഷരീകമായിട്ട് എടുക്കുകയാണെങ്കിൽ പാലിനെ പറ്റിയും ദ്രവ്യത്തെ പറ്റിയും വില കൂടാതെ വാങ്ങിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് നാം വായിക്കുന്നെങ്കിലും ദൈവത്തിന്റെ അളവില്ലാത്ത കൃപകളെ പറ്റിയാണ് യെശയ്യാ പ്രവചനം പറയുന്നത്. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നാൽ അത്യന്തമായ കൃപ, അളവില്ലാത്ത കൃപ, വില കൊടുക്കാതെ അവന്റെ കൃപകളെ പ്രാപിപ്പാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് യെശയ്യാ പ്രവാചകൻ പ്രവചനത്തിലൂടെ ഇസ്രായേൽ മക്കളോട് അറിയിക്കുന്നത്. അപ്പോൾ ഒരു ആത്മീയ ദാഹത്തെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ പറഞ്ഞു തുടങ്ങുന്നത്. അതിന് ഇസ്രായേൽ മക്കളെ ക്ഷണിക്കുകയാണ് യെശയ്യാ പ്രവാചകൻ, ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. നിങ്ങൾക്ക് അളവില്ലാത്ത കൃപകളെ പ്രാപിപ്പാൻ, നിങ്ങൾക്ക് അളവില്ലാത്ത ദാനങ്ങളെ പ്രാപിപ്പാൻ, അർഹതയില്ലാത്ത ഈ ദാനത്തെ പ്രാപിപ്പാൻ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കാതെ ദൈവത്തിങ്കിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം, ഒരു ക്ഷണം യെശയ്യാ പ്രവാചകൻ കൊടുക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ കടന്നു വരിക, അളവില്ലാത്ത ദാനങ്ങൾ, അളവില്ലാത്ത കൃപകൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ, യഹോവയിൽ നിന്ന് പ്രാപിപ്പാൻ
ദൈവത്തിങ്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം തുടങ്ങുന്നത്. പിന്നീട് നമുക്കറിയാം, അങ്ങനെ ദാഹി ദാഹത്തിനായി ദാഹമുള്ളവരെ യെശയ്യാ പ്രവാചകൻ ക്ഷണിക്കുന്നു. അങ്ങനെ വരുന്നവരെ യെശയ്യാ പ്രവാചകൻ പിന്നീട് എന്താണ് പറയുന്നത്? ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. അതിൽ 85-ാമിന്റെ അധ്യായം അതിന്റെ 2-ാം വാക്യം 3-ാം വാക്യമൊക്കെ വായിക്കും. നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചയകൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഡേവിഡിക് കവനന്റ്, ദാവീദിക ഉടമ്പടിയെ പറ്റിയാണ് പിന്നീട് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എന്താണ് ദാവീദിന്റെ ഉടമ്പടി? നമുക്കറിയാം, 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അറിയാം. മിശിഹായിൽ പൂർത്തീകരിക്കുന്ന ഒരു ദാവീദിക ഉടമ്പടി. അതായത് ദാവീദിന്റെ ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിൽ, ദാവീദിന്റെ വംശത്തിൽ, ഇശായുടെ കുറ്റിയിൽ നിന്ന് മെസ്സിഹ പുറപ്പെടുമെന്ന് നമുക്കറിയാം. പ്രവചനത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ ജനിക്കുമെന്ന്, യേശുക്രിസ്തു നിത്യരാജാവായി വാഴും എന്നുള്ള പ്രവചനം നമുക്കറിയാം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ദാവീദിക ഉടമ്പടി, അതായത് അനുഗ്രഹത്തിന്റെ ഒരു ഉടമ്പടിയാണ് ദാവീദിക ഉടമ്പടി. ആ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന മശിഹ എന്ന അനുഗ്രഹമാണ്. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെക്കാൾ ഒക്കെ ഇസ്രായേൽ മക്കളിന് ഏറ്റവും അധികം വേണ്ടത് യേശുക്രിസ്തുവിനെയാണ്, മശിഹായെയാണ്. ആ ദാവീദിക ഉടമ്പടിയിലേക്ക് ഇസ്രായേൽ മക്കളെ യെശയ്യാ പ്രവാചകൻ ക്ഷണിക്കുകയാണ്. തന്നെയുമല്ല, അത് കഴിഞ്ഞ് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കളെ, ഇസ്രായേലിനെ ഉപേക്ഷിച്ച് ജാതികളെ രക്ഷയിലേക്ക് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കാരണം ഇസ്രായേൽ മക്കൾ, നമുക്കറിയാം, ഇത് ഏതാണ്ട് 700-800 BC എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ പ്രവചനമായാണ് യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം എഴുതുന്നത്. അതായത് ഇസ്രായേൽ മശിഹായെ ഉപേക്ഷിക്കുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ഇസ്രായേലിൽ കൂടി ജാതികൾക്കും രക്ഷയിലേക്ക് പ്രവേശനമുണ്ടെന്നും യെശയ്യാവ് പ്രവചിക്കുന്നു. അങ്ങനെ അങ്ങനെ ഉള്ളൊരു ഒരു പശ്ചാത്തലത്തിലാണ് ഈ 55-ാം അധ്യായം നമ്മൾ കാണുന്നത്. അപ്പോൾ 55-ന്റെ 5 പറയുന്നത്, നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. ഇസ്രായേലിനോട് പറയുക, നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും. അതായത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ പെടുത്തിയിരിക്കാൻ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയ ശേഷം 6-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുവീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവീൻ. ഇസ്രായേൽ മക്കൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായി ഉള്ളത് വെള്ളമോ വീഞ്ഞോ പാലോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപകളെയാണ്. അതുകൊണ്ടാണ് 55-ാം അധ്യായത്തിന് തുടക്കത്തിൽ യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കളെ ക്ഷണിക്കുന്നത്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക, ദൈവത്തിൽ നിന്ന് അളവില്ലാത്ത കൃപകളെ പ്രാപിപ്പാൻ ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ബാബേൽ പ്രവാസത്തിൽ അവരായിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യം ദൈവത്തിന്റെ കൃപകളെയാണ്. ഇൻ അതർ വേർഡ്സ്, ദൈവത്തെയാണ് അവർക്ക് ഏറ്റവും അത്യാവശ്യം. അങ്ങനെ ദൈവത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഇസ്രായേൽ മക്കളെ ദൈവത്തിങ്കിലേക്ക് ക്ഷണിക്കുകയാണ് യെശയ്യാ പ്രവാചകൻ ഈ 55-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. അപ്പോൾ 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ എന്താണ് 6-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുക. സീക്ക് ദ ലോർഡ് വൈൽ ഹി മേ ബി ഫൗണ്ട്, കോൾ വൈൽ ഹി ഈസ് നിയർ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക. എന്തിനാ ഈ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക എന്ന് പറയുന്നത്? അതിനർത്ഥം യഹോവ ഒളിച്ചിരിക്കുകയോ യഹോവ മാറിയിരിക്കുകയോ മറഞ്ഞിരിക്കുകയോ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ന്യായവിധി വരുന്നതിന് മുമ്പേ യഹോവയെ അന്വേഷിക്കുവീൻ എന്നാണ് യെശയ്യാ പ്രവാചകൻ അർത്ഥമാക്കുന്നത്. അതായത് ന്യായവിധിക്ക് ഒരു സമയമുണ്ട്. ആ ന്യായവിധി സമയത്തിന് മുൻപേ ദൈവത്തെ അന്വേഷിച്ചാൽ ന്യായവിധിയിലേക്ക് കടക്കാതെ ദൈവത്തിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുന്നത്, ന്യായവിധി വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് യഹോവയെ കണ്ടെത്താവുന്ന സമയമാണ്. ബാബേൽ പ്രവാസത്തിലിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്, അതായത് ന്യായവിധി വരുന്നതിന് മുമ്പ്, ന്യായവിധി തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താവുന്ന സമയമാണ്. കാരണം ഇപ്പോൾ ന്യായവിധിയുടെ സമയമല്ല, കൃപയുടെ സമയമാണ്, കൃപായുഗമാണ്. നമ്മളോടുള്ള ബന്ധത്തിൽ, അതായത് പുതിയ നിയമ ഇസ്രായേലായ സഭയോടുള്ള ബന്ധത്തിലും യെശയ്യാ പ്രവാചകന്റെ ഈ വാക്യങ്ങൾ നമുക്കും എടുക്കാവുന്നതാണ്. നമുക്കും വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വാക്യമാണ്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്, അതായത് ന്യായവിധി ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയം, കർത്താവിന്റെ 2-ാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയം, കർത്താവിന്റെ 2-ാം വരവിന് മുമ്പ്
അവന്റെ പെട്ടകത്തിലേക്ക് കയറുവാൻ യെശയ്യാ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവത്തെ ഇപ്പോൾ അന്വേഷിക്കുക. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. എന്നിട്ട് പറയുന്നത് അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അവനെ വിളിച്ചപേക്ഷിക്കുക, അവനെ അന്വേഷിക്കുക. ഇപ്പോൾ അവനെ കണ്ടെത്താവുന്ന സമയമാണ്. കാരണം എന്താണ്? ഇപ്പോൾ ന്യായവിധിയുടെ സമയമല്ല, ഇപ്പോൾ കൃപായുഗമാണ്. പുതിയ നിയമ ഇസ്രായേലോടുള്ള ബന്ധത്തിൽ, നമ്മോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുകയാണ്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്, തന്റെ ന്യായവിധി തുടങ്ങുന്നതിന് മുമ്പ് യഹോവയെ അന്വേഷിക്കുവിൻ. എന്നിട്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. യഹോവ നമുക്ക് സമീപസ്ഥനാണ്. നമുക്കറിയാം, സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന യഹോവയെ നാം സ്വീകരിക്കുക എന്നുള്ളതാണ് യെശയ്യാ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുന്നത്. യഹോവയെ നാം സ്വീകരിക്കുന്നുണ്ടോ? ദൈവത്തെ നാം സ്വീകരിക്കുന്നുണ്ടോ? ദൈവത്തെ നാം അന്വേഷിക്കുന്നുണ്ടോ? ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ? അതോ ദൈവം നമുക്ക് ദൂരസ്ഥനായി നാം വെച്ചിരിക്കുകയാണോ എന്നുള്ളത് ഇന്ന് പ്രഭാത സമയം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മോട് അടുത്തുണ്ട്. എന്നാൽ അടുത്തുള്ള ദൈവത്തെ നാം നീക്കിക്കളഞ്ഞ് നാം പാപ വഴികളിലേക്ക് തിരിച്ചു പോവുകയാണോ? ലോക വഴികളിലേക്ക് തിരിച്ചു പോവുകയാണോ എന്നുള്ളത് നാം ഇന്ന് പ്രഭാത സമയം ചിന്തിക്കേണ്ടതുണ്ട്. നാം യഹോവയെ അന്വേഷിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് അടുത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സമീപസ്ഥനായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ കളഞ്ഞിട്ട് നാം ലോകത്തിന്റെ പുറകെ പോകുന്നുണ്ടോ? നാം പാപ വഴികളിലേക്ക് പോകുന്നുണ്ടോ? നമ്മുടെ സ്വയമായ നീതി തേടി പോകുന്നുണ്ടോ? നമ്മുടെ സ്വയമായ ആഗ്രഹങ്ങളെ തേടി പോകുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 14:2 എന്തോ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. സോ ഗോഡ് ഡിസയേഴ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു സീക്ക് ഹിം. അല്ലെ, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. ദൈവത്തിന് ആഗ്രഹമുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനക്കൂട്ടം ഉണ്ടോ എന്ന് അറിയുവാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനക്കൂട്ടം ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്, നാം ദൈവത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? നാം ദൈവത്തെ കാക്ഷിക്കുന്നുണ്ടോ? നാം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ? സങ്കീർത്തനം 145:18 പറയുന്നത്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. ഞാൻ മുമ്പേ പറഞ്ഞ വാക്യമാണ്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും. അപ്പോൾ ഈ വിളിച്ചപേക്ഷിക്കുക, അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നാം യഹോവയെ വിളിച്ചപേക്ഷിക്കാറുണ്ട്, അല്ലെ? പല കാരണങ്ങൾ കൊണ്ട് നാം യഹോവയെ അന്വേഷിക്കാറുണ്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ, അല്ലേ? ഇപ്പോൾ പ്രാക്ടിക്കലായി പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പലവിധ ആവശ്യങ്ങൾ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഈ പ്രെയർ ലൈനിൽ കൂടിയിരിക്കുന്നവരും ഓൺലൈനിൽ കേൾക്കുന്നവരും അല്ലാത്തവരും ഒക്കെയും നമുക്ക് ഈ ലോകത്തിൽ പലവിധ ആവശ്യങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, അല്ലേ? നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബ കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ, നമ്മുടെ സഭയുടെ കാര്യങ്ങൾ, അങ്ങനെ പലവിധ ലോകത്തിൽ പലവിധ ആവശ്യങ്ങളിലൂടെ നാം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നാം പൊക്കോണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക, ജോലിയോടുള്ള ബന്ധത്തിൽ, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ. അങ്ങനെ നമുക്ക് ശാരീരികമായും അല്ലാതെയും ഫിസിക്കലിയും മെന്റലിയും ശാരീരികമായും ഇമോഷണലി ഒക്കെയും ഒരുപാട് ആവശ്യങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, നാം ദൈവത്തെ അന്വേഷിക്കുന്നത് ഈ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവം എന്ന നിലയിലാണോ ദൈവത്തെ അന്വേഷിക്കുന്നത്? അതോ ദൈവം നമുക്ക് എല്ലാത്തിനും മതിയായവൻ, അല്ലേ? ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ വീണ്ടെടുത്തു, ദൈവം നമുക്ക് ആവശ്യമായ കൃപകളെയും കരുണയും നൽകി തന്നു, ദൈവം നമുക്ക് പാപക്ഷമ നൽകി തന്നു, ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ. എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം മാത്രം മതി, ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രം മതി. ഞാൻ കഷ്ടകാലത്തിലും സന്തോഷ വേളകളിലും ദൈവത്തെ ആരാധിക്കും എന്നുള്ള ഒരു മനസ്ഥിതിയോടാണോ നാം ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരുന്നത്? അതോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ, അല്ലേ, നമുക്ക് അനുഗ്രഹം വേണ്ടപ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയാണോ, അല്ലെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യപുത്രരാണോ, അല്ലെങ്കിൽ മനുഷ്യരാണോ നാം എന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കണം. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ പാസേജ് ഞാനിങ്ങനെ പുഷ്പ ആന്റി എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, പിന്നെയും പുതിയ നിയമ ലേഖനത്തിലേക്ക് ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ദൈവം തന്നൊരു ചിന്തയാണ് യെശയ്യാ പ്രവചനം. എൻ്റെ രണ്ടാമത്തെ മകന്റെ പേര് യെശയ്യാവ് എന്നാണ്, ഐസയ്യ എന്നാണ്.
എനിക്ക് യെശയ്യാ പ്രവചനം വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. യെശയ്യാ പ്രവചനം വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിന്തിച്ചത് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് സംസാരിക്കാൻ. കാരണം മിശിഹായെ പറ്റി ഇത്ര സുന്ദരമായി, ഇത്ര മനോഹരമായി പറഞ്ഞിരിക്കുന്ന വേറൊരു പുസ്തകം പഴയ നിയമത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര സുന്ദരമായാണ് കർത്താവിനെ യെശയ്യാ പ്രവാചകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. സത്യമായി തന്നെ ഞാൻ മുമ്പേ വായിച്ച പോലെ സങ്കീർത്തനം 145:18 പറയുന്നത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം സത്യമായാണോ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നത്? നമ്മളെല്ലാം വിളിച്ചപേക്ഷിക്കാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നാം എല്ലാം വിശ്വാസികളാണ്, നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്, നാം ദൈവത്തെ കാക്ഷിക്കുന്നവരാണ്, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. എന്നാൽ നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ലോകത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുവാൻ മാത്രമാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നത്? അല്ലെങ്കിൽ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നത്? അതോ നാം സത്യമായി തന്നെയാണോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എന്ന് ഇന്ന് രാവിലെ പ്രഭാത സമയം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ നമ്മെ ക്ഷണിക്കുകയാണ്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. എന്നാൽ നിങ്ങൾ യഹോവയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ യഹോവയുടെ അടുക്കൽ കടന്നു വരുന്നത് സത്യമായി വിളിച്ചപേക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണോ? അതോ നിങ്ങൾക്ക് മറ്റാഗ്രഹങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്നുള്ളത് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ നാം ഇന്നൊന്ന് എക്സാമിൻ ചെയ്യണം, ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കാം, നാം യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന എപ്പോഴാണ്? നാം യഹോവയോട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നാം ദൈവത്തെ അധികമായി ആരാധിക്കുന്ന എപ്പോഴാണ്? നമുക്ക് ആവശ്യങ്ങൾ ഉള്ളപ്പോഴാണോ? അതോ നാം സന്തോഷത്തിലൂടെ കടന്നുമ്പോൾ നമുക്ക് യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പൊത്തുപൊരുത്തമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നു, നമുക്കിപ്പോൾ ആവശ്യങ്ങളൊന്നുമില്ല, നമ്മുടെ മക്കളുടെ വിവാഹം നടക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട്, നമുക്ക് നല്ലൊരു ജോലി ദൈവം നൽകി തരുന്നുണ്ട്, ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ ജോലിയുണ്ട്, നാട്ടിലാണെങ്കിലും ദൈവം ആഗ്രഹങ്ങളെ നിറവേറ്റുന്നു, നമുക്കിപ്പോൾ ദൈവത്തിന്റെ ആവശ്യമില്ല. പിന്നീട് ഒരു രോഗം കടന്നു വരികയാണെങ്കിൽ, നമുക്കൊരു ആവശ്യം കടന്നു വരികയാണെങ്കിൽ നാം ദൈവത്തോട് പിന്നെയും അടുക്കുവാൻ ശ്രമിക്കും. ദൈവമേ, എന്റെ രോഗത്തെ മാറ്റിത്തരണമേ, ദൈവം എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ, ദൈവമേ നമുക്ക് സാമ്പത്തികം ആവശ്യമില്ല, ദൈവമേ എന്റെ സാമ്പത്തിക ആവശ്യത്തെ നിറവേറ്റണമേ. അപ്പോൾ നാം പിന്നെയും ദൈവത്തിലേക്ക് ചെല്ലും. നാം പ്രാർത്ഥനയിൽ വളരെ മുട്ടിപ്പായ ഉപവാസത്തോടും പ്രാർത്ഥനയോടൊക്കെ ആയിരിക്കും. പിന്നീട് അത് സാധിച്ചു കഴിയുമ്പോൾ പിന്നെയും പഴയപടി നാം ദൈവത്തിൽ നിന്ന് അകന്ന് ഈ ലോകപരമായി ജീവിക്കുന്നുണ്ടോ എന്ന് നാം ഇന്ന് എന്നോടുകൂടെ ഞാൻ പ്രസംഗിക്കുന്നത്. നാം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ നാം സത്യമായി അന്വേഷിക്കുന്നുണ്ടോ? ദൈവത്തെ സത്യമായി തന്നെയാണോ നാം വിളിച്ചപേക്ഷിക്കുന്നത് എന്ന് ഇന്ന് പ്രഭാത സമയം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 105:4 പറയുന്നത്, യഹോവയെയും അവന്റെ ബലത്തെയും തിരവി, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. അപ്പോൾ നമുക്ക് ഈ പഴയ നിയമത്തിൽ പലവിധ പുസ്തകങ്ങൾ, മിക്ക പുസ്തകങ്ങളും യഹോവയെ അന്വേഷിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കാൻ എനിക്ക് ഇന്ന് സമയമില്ല. എന്നാൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് കുറിച്ചു വെച്ചു. യഹോവയെ അന്വേഷിക്കുന്നതിനെ പറ്റി പറയുന്ന ചില വാക്യങ്ങൾ. സങ്കീർത്തനം 105:4 പറയുന്നത്, യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. അതായത് യഹോവയെ അന്വേഷിക്കുന്നത് വല്ലപ്പോഴും അല്ല, അല്ലെ യഹോവയെ അന്വേഷിക്കേണ്ടത് വല്ലപ്പോഴും അല്ല, ഇടവിടാതെ അന്വേഷിപ്പിൻ എന്നാണ് സങ്കീർത്തനം 105:4 പറയുന്നത്. അതായത് ഒരു ഇന്റർവെല്ലും ഇല്ലാതെ, ഒരു ബ്രേക്കും ഇല്ലാതെ യഹോവയെ അനുദിനം, എവ്രി സെക്കൻഡ്, എവ്രി മിനിറ്റ് നാം ദൈവത്തെ അന്വേഷിക്കുവാനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇടവിടാതെ അവനെ അന്വേഷിക്കണം. യഹോവയെയും അവന്റെ ബലത്തെയും തിരിയും, അവന്റെ ശക്തിയെ നാം അന്വേഷിക്കണം. യഹോവയെയും അവന്റെ ശക്തിയെയും അവന്റെ ബലത്തെയും, അല്ലെ, യഹോവ എന്റെ സങ്കേതവും എന്റെ ബലവുമാകുന്നു എന്നല്ലേ സങ്കീർത്തനം 46 പറയുന്നത്. അതായത് നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും കർത്താവാണ്. നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും ദൈവമാണ്. ആ ദൈവത്തെ നാം അനുദിനം അന്വേഷിക്കുന്നുണ്ടോ? ദൈവത്തെ ബലത്തെ നാം തിരയുന്നുണ്ടോ? ദൈവത്തെ ഇടപെടാതെ നാം അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഇന്ന് രാവിലെ സമയം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. സങ്കീർത്തനം 119:2 പറയുന്നത്, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവൻ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളൊരു കമാൻഡാണ് പറഞ്ഞത്. ഇനിയും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ പറ്റി ഞാൻ പറയുന്നത്. സങ്കീർത്തനം 119:2 പറയുന്നത്, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവൻ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. യഹോവ നമ്മെ വിളിക്കുകയാണ്, നാം ഭാഗ്യമുള്ളവരാണ്. വി ആർ ബ്ലെസ്ഡ്. വൈ?
because we seek the Lord. If you seek the Lord, you are blessed. ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭാഗ്യവതിയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം വിളിക്കുന്ന പേരാണ് ഭാഗ്യവാന്മാർ. ബ്ലസ്ഡ് ആർ യു ഹു സീക്ക് ദ ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്നവർ ഏവരും ഭാഗ്യവാന്മാരാണ്. എങ്ങനെ അന്വേഷിക്കുന്നവർ? സത്യമായി അവനെ അന്വേഷിക്കുന്നവർ, യാതൊരുവിധ ഹിഡൻ അജണ്ടകളും കൂടാതെ ദൈവവുമായി ഒരു ബന്ധം വേണം എന്ന് ആഗ്രഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ദൈവം വിളിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഹിഡൻ അജണ്ടാസോ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാനോ നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങളെ സാധിപ്പിക്കുവാനോ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല. അത് വേണം, വേണ്ടാന്നല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് തന്നെയാണ് വരേണ്ടത്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് പലവിധ ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ദൈവം നിറവേറ്റി തരും. നാം ദൈവത്തോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തോട് നാം കരഞ്ഞപേക്ഷിക്കണം, അതൊക്കെയും വേണം. എന്നാൽ അതിലൊക്കെയും അപ്പുറമായി നാം ദൈവത്തെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഈ രാവിലെ സമയം ഞാൻ ചോദിക്കുന്നത്. ഈ പ്രവചന പുസ്തകത്തിലൂടെ യെശയ്യാ പ്രവാചകനും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, കമാൻഡ് ചെയ്യുന്നത്, ദൈവത്തെ അന്വേഷിക്കുക. 6-ാം വാക്യം പറയുന്നത്, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്, ന്യായവിധി വരുന്നതിന് മുമ്പ് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെ അന്വേഷിക്കുക, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെ വിളിച്ചപേക്ഷിക്കുക. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുകയും യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുകയും. അതായത് ന്യായവിധി ദിവസം വരുന്നതിന് മുമ്പ്, ന്യായവിധിയിലൂടെ പോകാതിരിക്കുവാൻ, ന്യായവിധിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുവാൻ അവന്റെ രക്ഷയെ അന്വേഷിക്കുക. ദൈവത്തിന്റെ ബലത്തെ തിരവീൻ, ദൈവത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ, ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരിപ്പീൻ. അപ്പോൾ എന്താണ് യെശയ്യാ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എന്താണ് ആ ബന്ധത്തിൽ നിന്ന് ദൈവം നമ്മെ നിന്ന് ആഗ്രഹിക്കുന്നത്? അനുതാപമുള്ള ഒരു ഹൃദയത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെ? എഫെസ്യ ലേഖനം 2 പറയുന്നത്, we were dead in our sins and trespasses, അല്ലെ? നാം പാപസംബന്ധമായി മരിച്ചവരായിരുന്നു, അല്ലെ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അങ്ങനെ പാപത്താൽ മരിച്ച ഒരു ജനക്കൂട്ടത്തെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, അല്ലെ? അപ്പോൾ പാപികളായ നമ്മെ കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിലൂടെ ഉയർപ്പിലൂടെ രക്ഷിച്ചു. അപ്പോൾ ഈ പാപം വിട്ട് നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? ഈ പാപത്തെ വിട്ട് അനുതാപമുള്ള ഒരു ഹൃദയത്തോടു കൂടെയാണോ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്? ദൈവത്തെ നാം അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? ഈ പാപത്തിൽ നിന്നുകൊണ്ടാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നതോ അനുതാപമുള്ള ഒരു ഹൃദയത്തോടെയാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ജനക്കൂട്ടം, അല്ലെ ദൈവത്തെ അന്വേഷിക്കുന്ന ജനം അനുതാപമുള്ള ഹൃദയത്തോടെ, പശ്ചാത്താപത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാനാണ്, അല്ലെ? നിർമ്മല ഹൃദയത്തോടു കൂടി ദൈവത്തെ അന്വേഷിക്കുവാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതായത് നാം അനുതാപമുള്ള ഹൃദയത്തോടെ, പശ്ചാത്താപത്തോടെ, നിർമ്മലമായുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കണം, അല്ലെ? അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നാം നിലനിൽക്കണം. അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് കടന്നു വരണം. പശ്ചാത്താപമുള്ള ഒരു ഹൃദയത്തോടെ ദൈവത്തോടെ കടന്നു വരണം. Come to the Lord with repentance. Seek the Lord with a repentant heart. പശ്ചാത്താപമുള്ള ഒരു ഹൃദയത്തോട് ദൈവത്തോട് കടന്നു വരണം. ഞാനൊരു പാപിയാണ്, എനിക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല, എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അധികമായി വേണം, ദൈവത്തിന്റെ ശക്തി അധികമായി വേണം, ദൈവത്തിന്റെ രക്ഷ അധികമായി വേണം എന്നുള്ള താഴ്മയുള്ള മനോഭാവത്തോടെ, താഴ്മയുള്ള ഹൃദയത്തോടെ, പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം. അങ്ങനെ കടന്നു വന്നാൽ ദൈവം നമ്മെ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് ദൈവത്തിന്റെ രക്ഷയെ ലഭിക്കും, അവർക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കും. നമ്മൾ പിന്നീടുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ വായിക്കും. അപ്പോൾ അവിശ്വാസികൾ തങ്ങളുടെ പാപ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക എന്നുള്ളതാണ് യെശയ്യാ പ്രവാചകൻ ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ബാബേൽ പ്രവാസത്തിലിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ വിഗ്രഹാരാധനയെ വിട്ട്, നിങ്ങളുടെ അനുസരണക്കേടിനെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ യെശയ്യാ പ്രവാചകൻ ഉദ്ദേശിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ ഈ വാക്യങ്ങൾ എഴുതുമ്പോൾ അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിഗ്രഹാരാധന വിട്ട്, അനുസരണക്കേടിനെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക. ഇനിയും വിഗ്രഹാരാധനയിൽ തുടരാതെ, ഇനിയും അനുസരണക്കേടിൽ തുടരാതെ, അതൊക്കെയും വിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക. നിങ്ങളെ നിർമ്മിച്ച യഹോവ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക. പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. എന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുന്നത്, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. അപ്പോൾ നാം ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നാൽ, നാം ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് 7-ാം വാക്യത്തിൽ
പറയുന്നത്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കൾക്ക് ഈ പ്രവചനം എഴുതുമ്പോൾ, ബാബേൽ പ്രവാസത്തിലിരിക്കുന്ന ഈ ഇസ്രായേൽ മക്കൾക്ക് എഴുതുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അല്ലേ? അപ്പോൾ രണ്ട് കൂട്ടം ആളുകളെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ ഈ 7-ാം വാക്യത്തിൽ പറയുന്നത്. ആരൊക്കെയാണ് രണ്ട് കൂട്ടര്? ദുഷ്ടൻ, നീതികെട്ടവൻ. അല്ലെ? ദുഷ്ടൻ, നീതികെട്ടവൻ. ദുഷ്ടന്റെ വഴി എന്താണ്? ദുഷ്ടന്റെ വഴി ദുഷ്ടത നിറഞ്ഞതാണ്. അല്ലെ? ദുഷ്ടത നിറഞ്ഞ വഴിയാണ് വിക്കറ്റ്. ഇംഗ്ലീഷിൽ കാണുന്നത് ദ വിക്കറ്റ് forsake his way. What is the way of the wicked? The way of the wicked is full of wickedness, right? അപ്പോൾ നമുക്കറിയാം, സങ്കീർത്തനം അതിന്റെ 1-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് ദുഷ്ടതയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷം, ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന ഭാഗം. അതല്ലേ സങ്കീർത്തനം 1-ൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. അപ്പൊ ദുഷ്ടന്മാരുടെ ആലോചന എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന ദുഷ്ടത നിറഞ്ഞതാണ്. അതൊരിക്കലും നീതിയിലേക്ക് നമ്മെ നടത്തുന്ന ആലോചനയല്ല. അതുപോലെ തന്നെ 7-ാം വാക്യത്തിൽ ഇവിടെ പറയുകയാണ്, ദുഷ്ടൻ തന്റെ വഴിയെ വിടണം. ദുഷ്ടൻ തന്റെ വഴിയെ, നീതികെട്ടൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിക്കണം. അപ്പോൾ ഈ രാവിലെ സമയം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ദുഷ്ടത ഉണ്ടെങ്കിൽ, അല്ലേ, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ദുഷ്ടവിചാരങ്ങൾ കടന്നു വരാം, അല്ലേ, വിക്കറ്റ്നെസ് കടന്നു വരാം. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. വിക്കറ്റ്നെസ്സിനോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകം വിക്കറ്റ്നെസ് നിറഞ്ഞതാണ്. ഈ ലോകം ദുഷ്ടത നിറഞ്ഞതാണ്, പാപം നിറഞ്ഞതാണ്. ദുഷ്ടതയാൽ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ദുഷ്ടത നമ്മെ ആകർഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകൻ ഈ വാക്യത്തിലൂടെ പറയാണ്, ദുഷ്ടത വിട്ട്, ദുഷ്ടത ഉപേക്ഷിച്ച് യഹോവയിലേക്ക് മനം തിരിയുക. രണ്ടുവിധ ആളുകളെയാണ് നമ്മൾ കണ്ടത്. ദുഷ്ടന്മാർ, നീതികെട്ടവരെ കണ്ടു. നീതികെട്ടവരെന്താ ചെയ്യുന്നത്? അവരുടെ ജീവിതത്തിൽ നീതിയിൽ അവർ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും, അല്ലെ? അനീതി നിറഞ്ഞ ഒരു ലോകത്തിലായിരിക്കും അവരുടെ ഒരു പേഴ്സണൽ ലോകം, അല്ലെ, പേഴ്സണൽ വേൾഡ് എന്ന് പറയുന്നത് ഫുൾ അനീതിയായിരിക്കും, അൺറൈച്ചസ്നെസ് ആയിരിക്കും, അല്ലെ? അവർ പോകുന്ന വഴി അനീതി നിറഞ്ഞ വഴികളായിരിക്കും. അവർ ചിന്തിക്കുന്ന അനീതി നിറഞ്ഞ ചിന്തകളായിരിക്കും. ജീവിക്കുന്ന ജീവിതം തന്നെ അനീതിയുള്ള ഒരു ജീവിതമായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അനീതി വിട്ട്, അനീതിയെ ഉപേക്ഷിച്ച് നീതിയിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് യെശയ്യാ പ്രവാചകൻ ഈ രാവിലെ സമയം അവരെ ക്ഷണിക്കുന്നത്. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അപ്പോൾ ഉപേക്ഷിച്ച് അവർക്ക് അവിടെ നിൽപ്പാൻ പറ്റില്ല, അല്ലേ? അവർക്കൊരു ആശ്രയം വേണം, അവർക്കൊരു ഒരു റെസ്റ്റ് വേണം, അവർക്കൊരു റെഫ്യൂജ് വേണം, അവർക്കൊരു സങ്കേതം വേണം. ആ സങ്കേതമാണ് യഹോവ, അല്ലെ? യഹോവ എന്റെ സങ്കേതം, എന്റെ ബലമാകുന്നു. യഹോവയെ സങ്കേതമാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ്? കാരണം യഹോവയിൽ ദുഷ്ടതയില്ല. യഹോവയിൽ ദുഷ്ടതയില്ല, അനീതിയില്ല, തെറ്റില്ല, പാപമില്ല, യാതൊരുവിധ അതിക്രമങ്ങൾക്കും യഹോവയുടെ സന്നിധിയിൽ സ്ഥാനമില്ല. അപ്പോൾ അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കളെ ക്ഷണിക്കുന്നത്, നിങ്ങൾ അനുസരണക്കേടിനെ വിടുക, വിഗ്രഹാരാധനയെ വിടുക, നിങ്ങളുടെ ദുഷ്ടതയെ വിടുക, നിങ്ങളുടെ അനീതി നിറഞ്ഞ വഴികളെ വിടുക, എന്നിട്ട് യഹോവയിലേക്ക് വരിക. കാരണം യഹോവയുടെ സന്നിധിയിൽ ഇതിനൊന്നും സ്ഥാനമില്ല, അല്ലെ? യഹോവയുടെ സന്നിധിയിൽ ദുഷ്ടതയ്ക്ക് സ്ഥാനമില്ല, അനീതിക്ക് സ്ഥാനമില്ല, പാപത്തിന് സ്ഥാനമില്ല. യാതൊരുവിധ ദുഷ്ടതയ്ക്കും യാതൊരുവിധ അനീതിക്കും യാതൊരുവിധ തെറ്റിനും യാതൊരുവിധ പാപത്തിനും സ്ഥാനമില്ലാത്ത ഒരു സന്നിധി, അതൊരു ഏക സന്നിധി എന്ന് പറയാമെങ്കിൽ അത് യഹോവയുടെ സന്നിധിയിലാണ്. യഹോവയുടെ സന്നിധിയിൽ മാത്രമാണ് ഇതിനൊന്നും സ്ഥാനമില്ലാത്തത്. ദൈവത്തിലാണ് ഇതൊന്നും, ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇതിനൊന്നും സ്ഥാനമില്ലാത്ത. അങ്ങനെ യെശയ്യാ പ്രവാചകൻ ഇവരെ ക്ഷണിക്കുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക. എന്നിട്ട് പറയുന്നത്, അവനോട് കരുണ കാണിക്കും, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. അങ്ങനെ നമ്മുടെ ദുഷ്ടത വിട്ട്, അനീതിയുള്ളവൻ തന്റെ അനീതി വിട്ട്, ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട് യഹോവയിലേക്ക് തിരിഞ്ഞാൽ അവന് രണ്ട് കാര്യങ്ങളാണ് ലഭിക്കുന്നത്. കരുണ, പാപക്ഷമ ലഭിക്കും, അല്ലെ? നമുക്കറിയാം 2 ദിനവൃത്താന്തം 7:14 പറയുന്നത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ചവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുക. ദൈവത്തിന്റെ ഒരു വാക്തത്വമാണ്, ഒരു ജനറിക് വാക്തത്വമാണ്. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു വാക്തത്വമാണ്. ആ വാക്തത്വം ഇന്നും നിലനിൽക്കുന്നു. നാം നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട്, നമ്മുടെ ദുഷ്ടത വിട്ട്, നമ്മുടെ അനീതി വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമെങ്കിൽ
ദൈവം നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വിശ്വസ്തനാണ്. ദൈവം ഇന്നും ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ ക്ഷമ നിത്യ ക്ഷമയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിന്റെ ക്ഷമ നിത്യമാണ്. നിത്യ ക്ഷമയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. യഹോവ കൃപയും കരുണയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ എന്നല്ലേ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. അപ്പോൾ ക്ഷമ നിറഞ്ഞ ഒരു ദൈവം, ദയ നിറഞ്ഞ ഒരു ദൈവം, a God full of compassion, a God full of kindness. അങ്ങനെ കൈൻഡ്നെസ് നിറഞ്ഞ, കമ്പാഷൻ നിറഞ്ഞ, കൃപ നിറഞ്ഞ, ദയ നിറഞ്ഞ, കരുണ നിറഞ്ഞ, പാപക്ഷമ നിറഞ്ഞ ഒരു ദൈവത്തെ, പാപക്ഷമയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പാപക്ഷമ നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ഈ പ്രഭാത സമയം നാം ഈ വാക്യം വായിക്കുമ്പോൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ദുഷ്ടതയുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ദുർമാർഗങ്ങളുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ ഈ രാവിലെ സമയം അത് മാറ്റിവെച്ച്, അത് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വരുവാനാണ് യെശയ്യാ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുന്നത്. നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട്, നമ്മുടെ പാപ വഴികളെ വിട്ട്, നമ്മുടെ അനീതി വിട്ട്, നമ്മുടെ ദുഷ്ടതയെ വിട്ട് യഹോവയെ നാം വിളിച്ചപേക്ഷിക്കണം. യഹോവയെ നാം അന്വേഷിക്കണം. അങ്ങനെ നാം യഹോവയെ അന്വേഷിച്ചാൽ, അങ്ങനെ നാം യഹോവയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, രണ്ട് അനുഗ്രഹങ്ങളാണ്. തൻ്റെ കരുണ, തൻ്റെ പാപക്ഷമ. ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കും, ദൈവത്തിന്റെ പാപക്ഷമ നമുക്ക് ലഭിക്കും. സദൃശ്യവാക്യങ്ങൾ 8:17 പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. മറ്റൊരു അനുഗ്രഹമാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. സദൃശ്യവാക്യങ്ങൾ 8:17 ഞാൻ ഇപ്പോൾ വായിച്ചത്. അതുപോലെ സദൃശ്യവാക്യങ്ങൾ 28:13 പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എത്ര മനോഹരമായ വാക്യം അല്ലേ? നമ്മുടെ ലംഘനങ്ങളെ നാം മറയ്ക്കാൻ പാടില്ല. നമ്മുടെ ലംഘനങ്ങളെ ദൈവം കാണുന്നുണ്ട്, നമ്മുടെ തെറ്റുകളെ ദൈവം കാണുന്നുണ്ട് അല്ലെ? സങ്കീർത്തനം 139 നാം വായിക്കുമ്പോൾ സകലതും അവന് വെളിവായിരിക്കുന്നു നാം വായിക്കുന്നില്ല, ഒന്നും അവന് മറഞ്ഞിരിക്കുന്നില്ല. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെ നീയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും നീയുണ്ട് അല്ലെ? കടലിന്റെ അടിത്തട്ടിൽ യഹോവയുണ്ട്, ഭൂമിക്ക് മേളെ സ്വർഗത്തിലും ദൈവം വസിക്കുന്നു. അപ്പോൾ ദൈവം എല്ലായിടത്തും ഉണ്ട്, സർവ്വവ്യാപിയാണ്. ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലംഘനങ്ങളെ സത്യത്തിൽ നമുക്ക് മറയ്ക്കാൻ കഴിയുകയില്ല. എന്നാൽ മാനുഷികമായി നാം ചിന്തിക്കും, ഓക്കെ, നമ്മുടെ ലംഘനങ്ങളെ നമുക്ക് മറയ്ക്കാൻ പറ്റും, അത് മറച്ച് നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാൻ പറ്റുമൊന്നുമില്ല, പറ്റില്ല. ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ വഴികളൊക്കെയും ദൈവത്തിന് വെളിവായിരിക്കുകയാണ് അല്ലെ? ദൈവം സകലതും അറിയുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ദൈവം അറിയുന്നു, നമ്മുടെ മനോഭാവങ്ങളെ ദൈവം അറിയുന്നു, നമ്മുടെ സകല കാര്യങ്ങളെ A to Z ദൈവം അറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് ശലോമോൻ പറയുകയാണ്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അപ്പോൾ ലംഘനങ്ങളെ മറച്ചാൽ നിങ്ങൾക്ക് ശുഭം വരികയില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശ്യവാക്യം 28:13. അപ്പോൾ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാം ദൈവത്തെ അന്വേഷിക്കണം അല്ലേ? അതിനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. നാം എങ്ങനെയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? നാം ദൈവത്തെ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് കരുണ, ദൈവത്തിന്റെ കരുണ. വിലാപങ്ങൾ, ഞാൻ പലപ്പോഴും ബോസ്റ്റൺ പ്രകടനത്തിന് പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ചിട്ടുള്ള വാക്യമാണ് വിലാപങ്ങളിലെ ആ വാക്യം 3-ാം അധ്യായത്തില് അല്ലെ? The steadfast love never ceases, they're new every morning അല്ലെ? അവന്റെ കരുണ ഓരോ പകലിലും പുതിയതാണ്, ഓരോ രാവിലെയും പുതിയ കരുണയാണ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. പക്ഷെ ആ ദൈവത്തിൽ നിന്നുള്ള കരുണ പുതിയതായി പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരണം. അങ്ങനെ നാം ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ദുർമാർഗങ്ങളെ, നമ്മുടെ അനീതിയെ, നമ്മുടെ ദുഷ്ടതയെ വിട്ട് കടന്നു വന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്നതാണ് തന്റെ കരുണ. തന്റെ പുതിയ കരുണ എല്ലാ ദിവസവും രാവിലെ അവൻ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കും. അതുപോലെ യെഹെസ്കേലിന്റെ പുസ്തകം 18:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത് 18:21 മുതൽ 23 വരെ, ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. കരുണ ലഭിക്കുക മാത്രമല്ല, ദുഷ്ടൻ തന്റെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് തന്റെ ചട്ടങ്ങളെ, ദൈവത്തിന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. നിത്യജീവൻ അവന് ലഭിക്കുമെന്നാണ് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്. നിത്യജീവൻ, നിത്യമരണം പ്രാപിക്കാതെ, ന്യായവിധിയിലൂടെ കടന്നു പോകാതെ നിത്യജീവൻ ലഭിക്കുവാൻ നാം എന്ത് ചെയ്യണം?
നിത്യജീവൻ ലഭിക്കുവാൻ നാം നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് യഹോവയെങ്കിലേക്ക് കടന്നു വരണം. നമ്മുടെ അനീതിയുള്ള വഴികളെ വിട്ട് നമ്മുടെ ആ, ആ, അന്യായമായ പ്രവർത്തികളെ ഉപേക്ഷിച്ച് നീതി പ്രവർത്തിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നാം കടന്നു വരണം. അങ്ങനെ നീതി പ്രവർത്തിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്, പുതിയ കരുണയാണ്, പുതിയ കൃപകളാണ് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നത്. എന്നിട്ട് 22 വാക്യം പറയുന്നത്, അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല, അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. അതായത് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ഭൂതകാലത്തിൽ നാം ചെയ്ത പാപപ്രവൃത്തികളെ ദൈവം മറക്കും, മനഃപൂർവ്വമായി മറക്കും, ദൈവം ഓർക്കുകയില്ല. കാരണം നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായാണ് ദൈവം ക്ഷമിച്ചത്, അല്ലെ? അപ്പോൾ നാം നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുവാനാണ് എസ്കേൽ പ്രവാചകൻ പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട്, നമ്മുടെ പാപ വഴികളെ വിട്ട്, നമ്മുടെ അനീതിയുള്ള അന്യായം നിറഞ്ഞ ജീവിത രീതി വിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയണമെന്നാണ്. അങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ അരുളപ്പാടും അതാണ്. എന്നാൽ ഈ രാവിലെ സമയം നാം ഈ പ്രയർ ലൈനിലായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടുന്ന കാര്യം, നാം അങ്ങനെയാണോ ജീവിക്കുന്നത്? നാം യഹോവയിലേക്ക് കടന്നു വരുന്നത്, യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നത്, യഹോവയെ നാം കാക്ഷിക്കുന്നത്, യഹോവയെ നാം അന്വേഷിക്കുന്നത് പശ്ചാത്താപമുള്ള ഹൃദയത്തോടെയാണോ? അനുതാപമുള്ള ഹൃദയത്തോടെയാണോ? നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടിട്ടാണോ? നമ്മുടെ പാപ വഴികളെ വിട്ടിട്ടാണോ? നമ്മുടെ അനീതി വിട്ടിട്ടാണോ? അതോ നാം പാപത്തിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പാപവും ചെയ്യാം, എന്നാൽ എനിക്ക് ആവശ്യങ്ങൾക്ക് ദൈവവും വേണം എന്നുള്ള ഒരു 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 രണ്ട് ബോട്ടിൽ കാല് വെച്ചുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത് എന്നുള്ളതാണ് നാം ഇന്ന് രാവിലെ സമയം ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ പാപ വഴികളെ വിട്ട്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട്, നിങ്ങളുടെ ദുഷ്ടത വിട്ട്, നിങ്ങളുടെ പാപപ്രവൃത്തികളെ വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക, ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ നോക്കുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുമോ, യെസ്, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പറവാൻ നാം ഓരോരുത്തർക്കും കഴിയുന്നുണ്ടോ എന്ന് ഈ രാവിലെ സമയം നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നാം നമ്മുടെ ഹൃദയത്തോടൊന്ന് ചോദിക്കണം. സകല പ്രാഗൽഭ്യത്തോടും കൂടെ നമുക്ക് പറയുവാൻ കഴിയുമോ, സത്യമായി തന്നെയാണ് ഞാൻ യഹോവയെ അന്വേഷിക്കുന്നത്? സത്യമായി തന്നെയാണോ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? നാം ഓരോരുത്തരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നതെന്ന് നാം നമ്മെ തന്നെ ഒന്ന് അവലോകനം ചെയ്താൽ ഈ രാവിലെ സമയം നന്നായിരിക്കും. അപ്പോൾ നാം ദൈവത്തെ എന്തിനാണ് കാക്ഷിക്കുന്നത്? നാം ദൈവത്തെ എന്തിനാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? നാം ദൈവത്തെ എന്തിനാണ് അന്വേഷിക്കേണ്ടത്? നാം ദൈവത്തെ അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിനായി നാം ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്ക് എന്നും ആവശ്യമാണ്. നമ്മുടെ ഈ ആത്മീയ ജീവിതം നാം നയിക്കുമ്പോൾ എവ്രി ഡേ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം ദൈവമാണ് നൽകി തരേണ്ടത്. നാം നമ്മുടെ സ്വയം നിർദ്ദേശത്തോടു കൂടിയല്ല പോകേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിന് അനുസരണമായാണ് നാം നമ്മുടെ ജീവിതം ഇവിടെ കഴിക്കേണ്ടത്. പിന്നീട് നാം എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് മനം തിരിയേണ്ടത്? പാപത്തിൽ നിന്ന് നാം മനം തിരിയണം, അല്ലെ? പാപത്തിൽ നിന്ന് നാം മനം തിരിയണം, അനീതിയിൽ നിന്ന് നാം മനം തിരിയണം, അന്യായത്തിൽ നിന്ന് നാം മനം തിരിയണം. അങ്ങനെ പാപത്തിൽ നിന്ന് മനം തിരിഞ്ഞ് ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിച്ച്, അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ, അങ്ങനെ ദൈവത്തിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോൾ, ദൈവത്തെ നാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ് ദൈവത്തിൽ അനുദിനം നാം വസിക്കണം, അല്ലെ? അപ്പോൾ ആദ്യമായി നാം ദൈവത്തിൽ വിശ്വസിക്കണം, ആദ്യമായി നാം മനം തിരിയണം. നാം പാപത്തിൽ നിന്ന് മനം തിരിഞ്ഞു കഴിഞ്ഞ്, അല്ലെ, നമ്മൾ പാപവഴികളെ വിട്ട്, ദുർമാർഗങ്ങളെ വിട്ട് നാം വന്നു കഴിഞ്ഞാൽ പിന്നീട് നാം എന്താ ചെയ്യേണ്ടത്? പിന്നീട് നാം ദൈവത്തിൽ വസിക്കണം. വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അനുദിന പ്രക്രിയയാണ്. ഇറ്റ്സ് എ ഡെയിലി റൂട്ടീൻ ദാറ്റ് വി ഷുഡ് ഫുൾഫിൽ എവ്രി ഡേ നാം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അനുദിനം വസിക്കുക എന്നുള്ളത്, അവനിൽ വിശ്വസിക്കുക എന്നുള്ളത്, കർത്താവിൽ ആശ്രയം വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് യഹോവയെ കാക്ഷിച്ച്, യഹോവയെ വിളിച്ചപേക്ഷിച്ച്, യഹോവയെ അന്വേഷിക്കുന്ന ഒരു ജനം പിന്നീട് ചെയ്യേണ്ടത് അനുദിനം യഹോവയിൽ വസിക്കണം, അല്ലെ? യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായി യോഹന്നാൻ അപ്പോസ്തലൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. യഹോവയിൽ വസിക്കുക, അബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുക എന്നാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. എന്നിൽ വസിക്കുക. കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്, എന്നിൽ വസിക്കുക. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വസിപ്പാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ പാപ വഴികളിൽ പിന്നെയും ആകർഷണം ഉള്ളവരായിരിക്കും, ആകർഷിത ആയിരിക്കും. അപ്പോൾ പാപം നിങ്ങളെ ആകർഷിക്കുമ്പോൾ നിങ്ങൾ
യഹോവയിൽ വസിക്കുന്നില്ലെങ്കിൽ എന്താണ് പറ്റുന്നത്? നിങ്ങൾ പിന്നെയും പാപ വഴികളിലേക്ക് തിരിച്ചു പോകും. അതിനാണ് കർത്താവ് പറയുന്നത്, എന്നിൽ വസിക്കുക, റിമെയിൻ ഇൻ മീ, അബൈഡ് ഇൻ മീ. അങ്ങനെ യഹോവയിൽ വസിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നാം ഫലം കായ്ക്കുന്നവരായി തീരും, അല്ലെ? യഹോവയിൽ വസിച്ചാൽ, യോഹന്നാൻ അപ്പോസ്തലൻ കൃത്യമായത് പറയുന്നുണ്ട്. ഞാൻ ബാക്കി ശകലത്തിലേക്കൊന്നും പോകുന്നില്ല. റിമെയിൻ ഇൻ മീ ദെൻ സോ ദാറ്റ് യു വിൽ ബെയർ ഫ്രൂട്ട്. ഫലം കായ്ക്കണമെങ്കിൽ നാം യഹോവയിൽ വസിക്കണം. അപ്പോൾ നാം യഹോവയിലേക്ക് മനം തിരിയണം, യഹോവയെ സത്യമായി വിളിച്ചപേക്ഷിക്കണം, യഹോവയെ കാംക്ഷിക്കണം, യഹോവയെ അന്വേഷിക്കണം. അങ്ങനെ നാം യഹോവയെ കാംക്ഷിക്കുമ്പോൾ, അവനെ കണ്ടെത്തി കഴിയുമ്പോൾ നാം അവനിൽ വസിക്കണം, അല്ലെ? അങ്ങനെ അവന്റെ രക്ഷയെ നാം അമിതമായി പ്രാപിക്കും, അവന്റെ കൃപകളെ നാം അനുദിനം പ്രാപിക്കും, അവന്റെ കരുണ നമുക്ക് ലഭിക്കും, നമുക്ക് പാപക്ഷമ ലഭിക്കും, നമ്മുടെ പാപങ്ങളെ പിന്നീട് അവൻ ഓർക്കയില്ല. അതാണ് നമുക്കിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലെ? ഈ ലോകത്തിലെ യാതൊരുവിധ അനുഗ്രഹങ്ങളുമില്ല, അതൊക്കെയും നല്ലത്, ദൈവം നൽകി തരട്ടെ, അതിന് ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു പാപി എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന പാപക്ഷമയാണ്, അല്ലെ? നമുക്ക് ലഭിക്കുന്ന കരുണയാണ്, നമുക്ക് ലഭിക്കുന്ന കൃപയാണ്, നമുക്ക് ലഭിക്കുന്ന ആ പാപക്ഷമയാണ്, ആ forgiveness. Forgiveness is the greatest blessing a sinner could receive from God. അല്ലെ? പാപക്ഷമയാണ് ഒരു പാപിക്ക് ലോകത്തിൽ ഏറ്റവും വലുതായി ലഭിക്കുന്ന ഒരു കൃപ, അല്ലെ, വലുതായി ലഭിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു പാപിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്നറിയുന്നത്, അല്ലെ? അപ്പോൾ ഈ പ്രഭാത സമയം നാം ചെയ്യേണ്ടത്, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനായാണ് നാം സത്യമായി ദൈവത്തെ അന്വേഷിക്കേണ്ടത്, അതിനായാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടത്. ദൈവം നമ്മുടെ ദൈവമാണെന്ന് നാം അംഗീകരിക്കുകയും, യഹോവയെ കർത്താവാന്ന് വിളിച്ചപേക്ഷിക്കുകയും, യഹോവയെ കർത്താവെന്ന് അംഗീകരിക്കുകയും, യഹോവയെ നമ്മുടെ കർത്താവ് ആക്കുകയും വേണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അക്സെപ്റ്റ് ദ ലോർഡ് ആസ് അവർ സേവിയർ ആൻഡ് അവർ ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവ് നാം തന്നെയാണോ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആണോ? നമുക്ക് നമ്മളെ തന്നെ കർത്താവാക്കി വെക്കാം, അല്ലേ? നമുക്ക് വി ക്യാൻ കീപ് അവർ സെൽഫ്സ് ആസ് അവർ ലോർഡ്. അപ്പോൾ നാം പറയുന്ന, നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ നാം പോകും. എന്നാൽ നാം കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് ആക്കുന്നുവെങ്കിൽ, നമ്മുടെ ദൈവമാക്കുന്നുവെങ്കിൽ, ഇഫ് യു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ, ഇഫ് യു കീപ്പിംഗ് ജീസസ് ആസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ, കർത്താവിന് നമ്മുടെ കർത്തൃത്വം നൽകുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പാപ വഴികളിലേക്ക് പോകുവാൻ കഴിയില്ല. മറിച്ച് നാം നീതിയുള്ള വഴികളിലൂടെ ന്യായമുള്ള പ്രവൃത്തികൾ ചെയ്തായിരിക്കും പോകുന്നത്. അതിനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത് ഈ രാവിലെ സമയം. ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക, പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും, നിങ്ങൾക്ക് പാപക്ഷമ ലഭിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് നീതിമാനാണ്, അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ നാം ഒരുക്കത്തോടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിപ്പാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നാണ് ഈ പ്രഭാത സമയം കർത്താവ് നോക്കുന്നത്. അതുപോലെ എഫേസ്യർ 4:32, നിങ്ങൾ തമ്മിൽ ദയയെ മനസ്സിലുകളെ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അപ്പോൾ പാപക്ഷമം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? അന്യോന്യം നാം ക്ഷമിക്കണം, അല്ലെ? നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും എന്തെങ്കിലും പകയോ ദേഷ്യമോ ഈ രാവിലെ സമയമുണ്ടെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. അപ്പൊ പാപക്ഷമം നമുക്ക് ലഭിച്ച ഒരു ജനമാണ് നാം ഓരോരുത്തരും. വിശ്വാസികളായി നമുക്ക് ഓരോരുത്തർക്കും പാപക്ഷമ ലഭിച്ചതാണ്, അല്ലെ? അനുദിനം കർത്താവ് നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിക്കുന്നുമുണ്ട്. നാം കർത്താവിലേക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു, അവനെ അനുദിനം ക്ഷമിക്കും. അതാണ് നമ്മൾ വായിച്ചത്, 1 യോഹന്നാൻ 1:9. അവൻ സകല അനീതിയും പോകെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാണ്, അവൻ അനുദിനം ക്ഷമിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പാപക്ഷമ നമുക്ക് ലഭിച്ചുവെങ്കിൽ നാം ക്ഷമ കൊടുക്കുവാൻ തയ്യാറാണ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ദുഷ്ടത പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നാം ക്ഷമിക്കുവാൻ തയ്യാറാണോ? വളരെ വളരെ പാടുള്ളൊരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല, പറയാൻ എളുപ്പമാണ്, അല്ലെ? നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുള്ളവർ കാണാം, നമ്മുടെ മനസ്സിനെ
ഉപദ്രവിച്ചിട്ടുള്ളവർ കാണാം. നമ്മളെ പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുള്ളവർ, ഇമോഷണലി, മെന്റലി, ഫിസിക്കലി ഒക്കെ ഉപദ്രവിച്ചിട്ടുള്ളവർ കാണാം. അങ്ങനെയുള്ളവരോട് നാം ക്ഷമിക്കുവാൻ തയ്യാറാണ്. കാരണം നമുക്ക് പാപക്ഷമ ലഭിച്ചു. ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു നാം, ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരായിരുന്നു നാം, അല്ലേ? ദൈവവുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരായിരുന്നപ്പോഴാണ് ദൈവം ക്രിസ്തുവിനെ അയച്ച് നമുക്ക് പാപക്ഷമ നൽകി തന്നത്, അല്ലേ? നമുക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു കർത്താവിനെ അനുസരിപ്പാൻ. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു, നമ്മെ തേടി വന്ന ആ കാൽവറി സ്നേഹത്തിലൂടെ നമുക്ക് പാപക്ഷമ നൽകി തന്നു, അല്ലേ? അങ്ങനെ ദൈവം നമ്മോട് ക്ഷമിച്ചെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? മറ്റുള്ളവരോട് നാം ക്ഷമിക്കണം, അല്ലേ? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അന്യോന്യം ക്ഷമിപ്പീൻ. ഈ രാവിലെ സമയം നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എനിത്തിങ് അഗെയിൻസ്റ്റ് എനിവൺ, അല്ലെങ്കിൽ ഇഫ് എനിവൺ ഹാസ് എനിത്തിങ് അഗെയിൻസ്റ്റ് യു, അവരോട് പോയി നാം ക്ഷമ ചോദിക്കണം. അതല്ല, മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ സമയം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ അന്യോന്യം ക്ഷമിക്കുവിൻ. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുക, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ. എന്നിട്ട് 8-ാം വാക്യത്തിൽ യെശയ്യാ പറയുകയാണ്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. വളരെയധികം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വാക്യമാണിത്, അല്ലെ? മൈ തോട്ട്സ് ആർ അബവ് യുവർ തോട്ട്സ്. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ വാക്യം ഒരിക്കൽ പോലും മര്യാദയ്ക്ക് ഞാൻ വ്യാഖ്യാനിച്ച് കേട്ടിട്ടില്ല. കാരണം ആര് പ്രസംഗിച്ചാലും ഇന്ന് വരെ കേട്ടിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്ന് വാക്യം എടുത്തവർ പറയുന്നത് നാം മാനുഷികമായി ചിന്തിക്കുന്ന പോലെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറമായി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിത്തരുന്ന ദൈവം, നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി നമുക്ക് സാമ്പത്തികമായി, നമുക്ക് ലോകപരമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിത്തരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആ വാക്യത്തിന്റെ ഈ 8-ാം വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾ 6ഉം 7ഉം വായിക്കണം. ഈ 6ഉം 7ഉം വായിച്ചാലേ 8-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 6ഉം 7ഉം ആദ്യമേ വായിച്ചത്. 6ഉം 7ൽ നിന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് വായിച്ചാലേ 8-ാം വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുള്ളൂ. അപ്പൊ 6ഉം 7ഉം നമ്മൾ എന്താ കണ്ടത്? 6ൽ നമ്മൾ കണ്ടു നാം ദൈവത്തെ അന്വേഷിക്കണം, അല്ലെ? നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, സത്യമായി തന്നെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, അല്ലെ? എന്നിട്ട് 7 നമ്മൾ എന്താ കണ്ടേ? ദുഷ്ടന്മാരെ പറ്റിയും നീതികെട്ടവരെ പറ്റിയും നമ്മൾ കണ്ടു. അതായത് ദുഷ്ടന്മാരുടെ വഴി നാശകരമാണ്, അല്ലെ? നീതികെട്ടവരുടെ വഴി അനീതി നിറഞ്ഞതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ളവർ അവരുടെ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നാൽ അവർക്ക് ലഭിക്കുന്നത് കരുണയും പാപക്ഷമയുമാണ്. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, അല്ലെ? കരുണ നൽകി തരുന്ന, പാപക്ഷമ നൽകി തരുന്ന, അനീതി ഇല്ലാത്ത, ദുഷ്ടത ഇല്ലാത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവമാണ് പറയുന്നത്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് എന്റെ വിചാരങ്ങൾ ദുഷ്ടത നിറഞ്ഞ വിചാരങ്ങളല്ല, എന്റെ വഴികൾ അനീതി നിറഞ്ഞ വഴികളല്ല, അങ്ങനെയുള്ള ഒരു ദൈവം അല്ല ഞാൻ എന്നാണ് ദൈവം പറയുന്നത്. അതായത് രക്ഷയോടുള്ള ബന്ധത്തിലാണ് ദൈവം പറയുന്നത്. അതായത് 6ഉം 7ഉം വായിച്ചിട്ടാണ് നാം 8-ാം വാക്യം വായിക്കുന്നത്, എന്നാലേ നമുക്ക് 8-ാം വാക്യം മനസ്സിലാകത്തുള്ളൂ. 8-ാം വാക്യം പറയുന്നത് എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് ഇസ്രായേൽ മക്കളോട് ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ അനുസരണക്കേടും നിങ്ങളുടെ വിഗ്രഹാരാധനയും നിറഞ്ഞ വഴികൾ അല്ല ദൈവത്തിന്റെ വഴികൾ. ദൈവത്തിന്റെ വഴികൾ സത്യമായ വഴികളാണ്. ദൈവത്തിന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളേക്കാൾ അധികമാണ്. നിങ്ങൾ ഈ ലോകത്തിനുള്ളത് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ചിന്ത നിത്യതയെ പറ്റിയാണ്, അല്ലെ? ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അപ്പൊ അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ദൈവത്തിന്റെ അതീന്ദ്രിയതയെ പറ്റിയാണ് പറയുന്നത്. ഇൻകോംപ്രിഹെൻസിബിൾ ഗോഡ് എന്ന വിഷയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എ ഗോഡ് ദാറ്റ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത ഒരു ദൈവം, നമ്മുടെ തലച്ചോറിൽ നിൽക്കാത്ത ഒരു ദൈവം, നമ്മുടെ തലച്ചോറിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമായാണ് ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ വിചാരങ്ങളും. ദൈവത്തിന് നമ്മെ പറ്റിയുള്ള പ്ലാനുകൾ എന്ന് പറയുന്നത് നിത്യതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള പ്ലാനുകളാണ്. നാം ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളാണ്, അല്ലെ?
എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പാപ വഴികളെ വിട്ട്, ദുർമാർഗങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരിയുന്ന ഒരു തലമുറ, തിരിയുന്ന ഒരു ജനം ദൈവത്തിൽ വസിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വസിക്കുന്ന ഒരു ജനം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഫലം കായ്ക്കുന്ന ഒരു ജനം അവസാനത്തോളം ദൈവത്തെ സന്നിധിയിൽ വസിക്കുകയും അങ്ങനെ കർത്താവിന്റെ രണ്ടാം വരവിൽ കർത്താവ് വീണ്ടും വരുമ്പോൾ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എടുക്കപ്പെടുന്നവർ ദൈവത്തോടുകൂടി എന്നേക്കും വസിക്കും, ദൈവത്തോട് എന്നേക്കും വാഴും. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ആ വിചാരങ്ങൾ ഈ ഇസ്രായേൽ മക്കൾ വിചാരിക്കുന്ന, ഈ ബാബേൽ പ്രവാസത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമാണ് ആ ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ. ദൈവത്തിന്റെ രക്ഷ വലുതാണ്. ദൈവം ചിന്തിക്കുന്നത് ഇവർ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവം പറയുന്നത്, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, അല്ലെങ്കിൽ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അല്ലാതെ നമുക്ക് ഈ ലോകത്ത് ലഭിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ നമുക്ക് ഈ ലോകത്ത് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ഒരു വാക്യമല്ല ഇത്. അപ്പോൾ ആ രീതിയിലാണ് നാം ഈ വാക്യത്തെ പറ്റി ചിന്തിക്കേണ്ടത്. 6ഉം 7ഉം അതിനോടനുബന്ധിച്ചാണ് 8ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ഈ താൽക്കാലിക ലോകത്തിൽ ഒതുങ്ങുന്നതല്ല ദൈവത്തിന് ഉള്ള വിചാരങ്ങൾ, ദൈവത്തിനുള്ള വഴികൾ. ഈ താൽക്കാലികമായ നശ്വരമായ ഈ ലോകത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളെ പറ്റിയോ, ഈ നശ്വരമായ ലോകത്തിൽ അതിന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ പറ്റിയൊന്നും അല്ല ഈ വാക്യം. ഈ വാക്യം ദൈവത്തിന്റെ വഴികളെ പറ്റിയും ദൈവത്തിന്റെ വിചാരങ്ങളെ പറ്റിയുമാണ്. എന്താണ് ദൈവത്തിന്റെ വഴികൾ? നീതി നിറഞ്ഞ വഴികളാണ്. എന്താണ് ദൈവത്തിന്റെ വിചാരങ്ങൾ? ദുഷ്ടതയില്ലാത്ത വിചാരങ്ങളാണ്, അല്ലെ? ദുഷ്ടതയില്ലാത്ത, അനീതിയില്ലാത്ത, പാപമേശാത്ത, തെറ്റുകൾ എന്താണെന്ന് അറിയാത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ അനീതിയില്ല, ദൈവത്തിൽ ദുഷ്ടതയില്ല, ദൈവത്തിൽ പാപമില്ല, ദൈവത്തിൽ ലംഘനമില്ല, ദൈവത്തിൽ ഇതൊന്നുമില്ല. ദൈവത്തിന്റെ വഴികൾ നീതിയും ന്യായവും നിറഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെയുള്ള ദൈവം പറയുകയാണ്, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. എന്നിട്ട് അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയാണ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും നമ്മളെക്കാൾ ഉയർന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത്, നമ്മുടെ പാപം നിറഞ്ഞ വഴികളോ, നമ്മുടെ അനീതി നിറഞ്ഞ വഴികളോ, നമ്മുടെ ദുഷ്ടത നിറഞ്ഞ വിചാരങ്ങളെക്കാളൊക്കെ അധികമാണ് ദൈവത്തിന് വിചാരങ്ങൾ. അതായത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, അല്ലേ? എത്രത്തോളം ഉയർന്നിരിക്കുന്നത് നമുക്ക് അളക്കുവാൻ കഴിയയില്ല. നമുക്ക് അളക്കുവാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത അത്ര ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും നമ്മളെക്കാൾ ഉയർന്നിരിക്കുന്നു. അതാണ് 9ാം വാക്യത്തിൽ പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. സങ്കീർത്തനം 92:4 നമ്മൾ കാണുന്നത്, യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ, അല്ലെ? ദൈവത്തിന്റെ വിചാരങ്ങൾ അഗാധമായതാണ്. ദേ ആർ ഡീപ്പ്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് നമ്മോട് ചോദിച്ചിട്ടല്ല, അല്ലെ? ദൈവം നമ്മെ സൃഷ്ടിച്ചത് നമ്മോട് ചോദിച്ചിട്ടില്ല. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, അല്ലെ? ടു ഗ്ലോറിഫൈ ഗോഡ്. ഗോഡ് നീഡ്സ് ടു ബി ഗ്ലോറിഫൈഡ്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, നമ്മോട് ചോദിച്ചിട്ടല്ല, നമ്മളോട് ആലോചന ചോദിച്ചിട്ടില്ല ദൈവം ഒന്നും ചെയ്യുന്നത്. ദൈവത്തിന്റെ ആലോചന മാത്രമാണ്. ഹി അക്കംപ്ലിഷസ് ഹിസ് പർപ്പസസ്. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ദൈവം നിവർത്തിക്കും. അത് ദൈവമാണ് അതിന്റെ ഉടമസ്ഥൻ, അല്ലേ? ദൈവത്തിന്റെ വിചാരങ്ങൾ അത്ര അഗാധമായവയാണ്, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും ഈ ലോകത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. ആ മഹത്വത്തെ വർണ്ണിക്കുവാനുള്ള വിചാരങ്ങളും വഴികളും നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്, അല്ലേ? അതാണ് ഈ വാക്യം പറയുന്നത്. അതായത് ദുഷ്ടത നിറഞ്ഞ വഴികളല്ല ദൈവത്തിന്റെ, അനീതി നിറഞ്ഞ വഴികൾ അല്ല, അനീതി നിറഞ്ഞ വിചാരങ്ങളല്ല ദൈവത്തിന്റെ. അതിലും അഗാധമായവയാണ്, അതിലും ഉയർന്നിരിക്കുന്നവനാണ് ദൈവം. അതിലും ഉയർന്നിരിക്കുന്നതിനാണ് ദൈവത്തിന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വഴികളും, അല്ലെ? സങ്കീർത്തനം 40:5, എൻ്റെ ദൈവമായ യഹോവേ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ അധികം വന്നു. കണ്ടില്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തികളെയും വിചാരങ്ങളും നമുക്ക് വർണ്ണിക്കുവാൻ പറ്റുകയില്ല, കാരണം അവ എണ്ണിക്കൂടാതെ അധികവുമാണ്. നമുക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്.
അതുപോലെ സങ്കീർത്തനം 103:11, ആകാശം ഭൂമിക്ക് മീതെ, ഇതുപോലൊരു മെറ്റഫറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു, അല്ലേ? അപ്പോൾ തന്റെ വിചാരങ്ങളും വഴികളും മാത്രമല്ല, തന്റെ ദയയും വലുതായിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പോൾ അവന്റെ ദയയും വലുതാണ്. അവന്റെ വിചാരങ്ങളും വഴികളും മാത്രമല്ല, യഹോവയുടെ ദയയും വലുതാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് യഹോവയുടെ ദയ എന്ന് പറയുന്നത്. ഹോശേയ പ്രവചനം 14:9, ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആര്? ഇത് അറിവാൻ തക്ക വിവേകി ആര്? യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാർ അവയിൽ ഇടറി വീഴും. ഇതാണ് ദൈവത്തിന്റെ വഴികൾ. ഈ വഴികളെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. ചൊവ്വുള്ള വഴികളെ പറ്റി, അല്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നമ്മുടെ വഴികളെക്കാൾ വലിയൊരു വഴിയാണ് തുറക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരിക, നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നതല്ല യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അതല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ ഇന്നെങ്കിലും നാം ഇത് മനസ്സിലാക്കണം. ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവയുടെ വഴികളും വിചാരങ്ങളും ചൊവ്വുള്ളവയാണ്, പാപം നിറഞ്ഞതല്ല, ദുഷ്ടത നിറഞ്ഞതല്ല, അനീതിയുള്ളതല്ല, അന്യായം നിറഞ്ഞതല്ല, മറിച്ച് യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയാണ്. ഹോശേയ പ്രവചനം 14:9 പറയുന്നത്. അത് ഗ്രഹിപ്പാൻ നമുക്ക് ജ്ഞാനമില്ല. അത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആരുമില്ല ഈ ലോകത്തിൽ. അതറിവാൻ തക്കമുള്ള വിവേകമുള്ള ആരുമില്ല ഈ ലോകത്തിൽ. കാരണം യഹോവയുടെ വഴികൾ അതിനേക്കാളൊക്കെ അപ്പുറമാണ്. യഹോവയുടെ വിചാരങ്ങൾ അതിനേക്കാളൊക്കെ അപ്പുറമാണ്. ദുഷ്ടത നിറഞ്ഞ വിചാരങ്ങളല്ല, പാപം നിറഞ്ഞ വഴികളല്ല, അനീതി നിറഞ്ഞ വഴികളല്ല, അന്യായം നിറഞ്ഞതല്ല. കാരണം യഹോവ കൃപയും കരുണയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയുള്ളവൻ. യഹോവ നീതിമാനാണ്, യഹോവ ന്യായവാനാണ്. വി സെർവ് എ ജസ്റ്റ് ഗോഡ്. ജസ്റ്റിസ് ഉള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സർവത്തിനും അധിപതിയായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സങ്കീർത്തനം 18:30 പറയുന്നത്, ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകും. 11:33-34 നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഡോക്സോളജി. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അതിന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അപ്പോൾ ഇതിൽ നാം ആയിരിക്കണം. ഓ ഗോഡ്, ഇൻ ഓഫ് ഗോഡ്. നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വിചാരങ്ങളിൽ നാം ഇങ്ങനെ നിന്ന് നാം നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? ആരാധന നിറഞ്ഞ ഒരു ഹൃദയത്തോട് നാം ദൈവസന്നിധിയിൽ കടന്നു വരണം. ഇത്ര വലിയ വഴികളുള്ള, ഇത്ര വലിയ വിചാരങ്ങളുള്ള, എനിക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത ദൈവത്തെ ഞാൻ സ്തുതിക്കണം, ഞാൻ ദൈവത്തെ ആരാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നാം ചിന്തിക്കുന്നതിനപ്പുറമാണ് ദൈവം. നമ്മുടെ ചിന്തകളിൽ ഒതുങ്ങുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ദൈവം നമ്മേക്കാൾ ഉയർന്നവനാണ്. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മേക്കാൾ ഉയർന്നതാണ്. ദൈവത്തിന്റെ വഴികൾ നമ്മേക്കാൾ ഉയർന്നതാണ്. നമുക്ക് നമ്മുടെ പെട്ടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്, മറിച്ച് അതിനേക്കാളൊക്കെയും വലിയതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരങ്ങൾ അഗാധമായവയാണ്. എന്താണ്? ദുഷ്ടത നിറഞ്ഞതല്ല അത്. ദുഷ്ടത ഇല്ലാത്ത, അനീതിയില്ലാത്ത, അന്യായമില്ലാത്ത, തെറ്റില്ലാത്ത, പാപമില്ലാത്ത, പാപമേശാത്ത, കൃപയും കരുണയും നിറഞ്ഞ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അത് ചിന്തിക്കുവാൻ തക്ക ജ്ഞാനി ഈ ലോകത്തിൽ ആരുമില്ല. അത് ഗ്രഹിപ്പാൻ തക്കവണ്ണമുള്ള വിവേകമുള്ള ആരുമില്ല ഈ ലോകത്തിൽ. അതാണ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ 11:33-34 പറയുന്നത്, അവന്റെ വഴികൾ എത്ര അഗോചരമാകുന്നു, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ. നമുക്കൊന്നും അറിയുവാൻ കഴിയുകയില്ല. നമുക്ക് കുറച്ചേ അറിയുവാൻ കഴിയുള്ളൂ, അല്ലേ? ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ലൈക്ക് എ വാസ്റ്റ് ഓഷ്യൻ. ഇറ്റ്സ് വാസ്റ്റ് ലൈക്ക് എൻ ഓഷ്യൻ. അതിന്റെ തീരത്ത് നമ്മൾ നിൽക്കുന്നതേ ഉള്ളൂ. നാം ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ദൈവത്തെ കൂടുതലായി എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വഴികളെക്കുറിച്ച്, ആ വിചാരങ്ങളെക്കുറിച്ച് നാം അറിയാൻ ശ്രമിക്കണം. അത് ദൈവത്തെ അറിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ എങ്ങനെയാണ് നാം അറിയുന്നത്? നാം ആരാധനയിലൂടെ ദൈവവുമായുള്ളൊരു ബന്ധം സ്ഥാപിച്ച് നാം ദൈവത്തെ കൂടുതലായി അറിയണം. തന്റെ വചനം വായിച്ച്, തന്റെ വചനത്തിലൂടെയാണ് നാം ദൈവത്തെ അറിയുന്നത്. തന്റെ വചനത്തിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ പറ്റി. അപ്പോൾ നാം വചനം അധികമായി അനുസരിക്കുമ്പോൾ, വചനം അധികമായി ധ്യാനിക്കുമ്പോൾ, വചനം പ്രമാണിക്കുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതലായി അറിയുന്നത്. ദൈവം കൂടുതലായി നമുക്ക് വെളിപ്പെട്ട് വരുന്ന അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു വചനത്തെ പറ്റിയാണ് പിന്നീട് 10-ലും 11-ലും നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പശ്ചാത്തലം ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ആ വചനത്തിലൂടെയാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. ആ വചനത്തെ പറ്റിയാണ് 10-11 പറയുന്നത്. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കോണം ഭൂമിയെ നനച്ച്
ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. ഒരു മെറ്റഫറാണ് 10ാം വാക്യം. അതായത് ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയും. എന്നിട്ട് 11 പറയുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നാം അധികം വെളിപ്പാട് പ്രാപിക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. അപ്പൊ ഈ ദൈവവചനത്തെ ഒരു മെറ്റഫറിലൂടെ, ഒരു ആലങ്കാരികമായി യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യുക, അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. ഇപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്താണ്? മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യും, അല്ലെ? ഇപ്പൊ ഇസ്രായേൽ മക്കളോട് പ്രത്യേകിച്ച് പറയുമ്പം അവര് കർഷകരായിരുന്നു, അവര് ഭൂമി വിളയിക്കുന്നവരായിരുന്നു, അവർക്ക് ഒത്തിരി വെജിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അല്ലെ? പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറയുമ്പോൾ യെശയ്യാപ്രവാചകൻ ഈ അലങ്കാരം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. മഴ എന്തോ ചെയ്യുന്നു? മഴ ഭൂമിയെ പോഷിപ്പിക്കുകയോ ചെയ്യുന്നത്, അല്ലെ? മഴ ഭൂമിയെ പോഷിപ്പിച്ച് വളർച്ചയ്ക്ക് കാരണമാകും. അതായത് ഈ പ്ലാന്റ്സിനൊക്കെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ മഴയും ഹിമവും ഒക്കെയാണ്. അതുപോലെ ദൈവവചനം ജീവനും പരിവർത്തനവും കൊണ്ടുവരും എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ മഴയോടും ഹിമത്തോടും വചനത്തെ ഉപമിക്കുന്നത്. അതായത് ദൈവത്തെ നമുക്ക് അധികമായി വെളിപ്പെട്ട് വരുന്നത് വചനത്തിലൂടെയാണ്. ദൈവം തന്റെ വചനത്തിലൂടെയാണ് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ, ഈ വചനത്തെ നാം അനുസരിക്കുമ്പോൾ, ഈ വചനത്തെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ കൂടുതലായി നാം അറിയും. എന്നിട്ട് ഈ വചനത്തെ പറ്റി കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുവാണ് യെശയ്യാ പ്രവാചകൻ. മഴ ഭൂമിയെ പോഷിപ്പിക്കുന്നത് പോലെ, മഴ വളർച്ചയ്ക്ക് കാരണമാകുന്നത് പോലെ, ഈ വചനം, ഈ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം നിത്യജീവൻ നൽകിത്തരും. ഈ വചനം പരിവർത്തനം നൽകിത്തരും, രൂപാന്തരം നൽകിത്തരും, അല്ലെ? യെശയ്യാവ് 40:8 നമ്മൾ വായിക്കുന്നുണ്ട്, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും, അല്ലെ? അതുപോലെ മത്തായി 24:35, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പൊ ഈ മഴയും ഹിമവും ഒക്കെ ആകാശത്ത് നിന്ന് പെയ്യുകയും തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നില്ല. കാരണം എന്താ? മഴയും ഹിമത്തെ പറ്റിയും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അതായത് ഭൂമിയെ പോഷിപ്പിക്കുക, ഭൂമിയെ നനയ്ക്കുക, എന്നിട്ട് ഭൂമിയിലെ സസ്യങ്ങൾക്കും ഭൂമിയിലെ പ്ലാന്റ്സിനും ഒക്കെ അത് വളർച്ചയ്ക്ക് കാരണമായി തീരുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ദൈവം മഴ പെയ്യിക്കുന്നത്, ദൈവം ഹിമം പെയ്യിക്കുന്നത്. അത് പിന്നീട് തിരിച്ച് മടങ്ങി വരുന്നില്ല. കാരണം ദൈവത്തിന് അവയെക്കുറിച്ചുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മഴവും ഹിമവും ഭൂമിയിൽ നനഞ്ഞ് ഭൂമിയെ പോഷിപ്പിച്ച് ഭൂമിയിലെ വളർച്ചയ്ക്ക് കാരണമാകണം. അപ്പോൾ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. ഇപ്പൊ മഴയാണ് ഫലവത്താക്കുന്നത്, അല്ലെ? മഴയെ നമ്മൾ, വെള്ളത്തെ നമ്മൾ, നമുക്കറിയാം ബൈബിളിലെ വചനത്തോടും പരിശുദ്ധാത്മാവിനും ഒക്കെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മഴയെ ദൈവം അയക്കുന്നത് ഭൂമിയിൽ വിളവുണ്ടാക്കുവാനാണ്, ഭൂമിയുടെ വളർച്ചയ്ക്ക്, ഭൂമിയിലെ പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ മഴയും ഹിമവും ഒക്കെ അയക്കുന്നത്. അപ്പോൾ വിതയ്ക്കുവാൻ വിത്ത് തിന്നുവാൻ ആഹാരവും നൽകത്തക്കോണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്ന പോലെ. നമുക്ക് ആഹാരം, നമുക്ക് വെജിറ്റബിൾസ് കഴിക്കുവാൻ പറ്റുന്നത് ഈ മഴയും ഈ ഹിമവും ഒക്കെ പെയ്യുന്നതുകൊണ്ടാണ്. അതാണ് വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. അതുപോലെ അങ്ങനെ ഒരു അലങ്കാരം പറഞ്ഞിട്ട് യെശയ്യാ പ്രവാചകൻ പറയാണ്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം, ദൈവം പറയാണ്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവവചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം? റോമർ 10:17, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു, അല്ലെ? അപ്പോൾ ഫെയ്ത്ത് കമത്ത് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് വിശ്വാസം വരുന്നത് ഈ വചനത്തിലൂടെയാണ്. ഈ വചനം കേട്ടാണ് നമുക്ക് വിശ്വാസം വരുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിലൂടെ നമുക്ക് വിശ്വാസം വരിക എന്നുള്ളത്, നമുക്ക് വിശ്വാസം ഉളവാകുക എന്നുള്ളത്. ദൈവത്തിലുള്ള വിശ്വാസം ഉളവാകുന്നത് ദൈവവചനം കേൾക്കുമ്പോഴാണ്, അല്ലെ? ഫെയ്ത്ത് കമത്ത് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കേട്ടാലേ നമുക്ക് വിശ്വാസം വരികയുള്ളൂ. അങ്ങനെയാണ് രക്ഷിക്കുന്ന വിശ്വാസം നമ്മിൽ ഉളവാകുന്നത്, ദൈവവചനം നാം കേൾക്കുമ്പോൾ. അപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല, മറിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ദൈവം അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ വചനത്തിന്റെ പൂർത്തീകരണം നാം എവിടാണ് കണ്ടത്? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1:1, ആകയാൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനായ അവന്റെ തേജസ് കണ്ടു. അപ്പോൾ എനിക്ക് ഈ രാവിലെ സമയം ഇതിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഈ വചനത്തിലാണ് നാം നമ്മുടെ ആശ്രയം വെക്കേണ്ടത്.
അതായത് ജഡമായി തീർന്ന വചനം. യേശു ക്രിസ്തുവിലാണ് നമ്മുടെ ആശ്രയം നാം വെക്കേണ്ടത്. യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ വിശ്വാസം. യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ പ്രത്യാശ. യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ഈ വചനത്തെയാണ് നാം സേവിക്കേണ്ടത്. ഈ വചനം, അതായത് ജഡമായി തീർന്ന വചനം, അതായത് യേശു ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ അടിസ്ഥാനവും ആയിരിക്കേണ്ടത്. വചനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. വചനം ജഡമായി തീർന്നു. അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 1:14 വായിക്കുന്നത്? യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ യോഹന്നാൻ പറയുന്നത്. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് കണ്ടു. അങ്ങനെ യേശു ക്രിസ്തു പിന്നീട് പറയുന്നതാണ് യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവത്തിൽ നിന്ന് വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ എന്ന് പറയുന്നത് അത് ആത്മാവ് നിറഞ്ഞ വചനമാണ്, അത് ജീവൻ നിറഞ്ഞ വചനമാണ്, ചൈതന്യമുള്ള വചനമാണ്, അല്ലെ? ആ വചനം അത് ചെയ്യേണ്ടത് നിവർത്തിക്കും. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്തുദ്ദേശത്തോടുകൂടെയാണോ ഭൂമിയിൽ കടന്നു വന്നത്, ആ വചനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. ദൈവം അത് നിവർത്തിക്കും. ദൈവം സർവാധിപതിയാണ്. ദൈവം സകലത്തിനും ഉയർന്നിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വഴികളും, നമ്മൾ മുമ്പേ വായിച്ചതുപോലെ, ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും അഗാധമായവ. അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നതാണ്. നമുക്ക് ചിന്തിക്കുവാൻ കഴിവുള്ളതല്ല. നമുക്ക് അത് ഗ്രഹിക്കുവാൻ തക്കുള്ള ജ്ഞാനവുമില്ല, നമുക്ക് അതിനുള്ള വിവേകവുമില്ല. അത്ര അപ്രമേയവും അഗാധവും ആയതാണ്. അങ്ങനെയുള്ള ദൈവത്തിന്റെ വായിൽ നിന്ന് ജനം ദൈവത്തിൽ നിന്ന് എന്തുദ്ദേശത്തോടു കൂടിയാണ് ഈ ഭൂമിയിൽ കടന്നു വന്നത്, ആ നിവർത്തിക്കുക തന്നെ ചെയ്യും. ആ വചനമാണ് നമുക്ക് ജീവനും ചൈതന്യവും. ആ വചനമാണ് നമുക്ക് വിശ്വാസം നൽകി തരുന്നത്. ആ വചനമാണ് നമുക്ക് രൂപാന്തരം നൽകി തരുന്നത്. അങ്ങനെ ഇസ്രായേൽ മക്കളോട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം നിവർത്തിക്കേണ്ട കാര്യങ്ങൾ, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ അത് തന്നെ നിവർത്തിക്കും. അത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പിന്നീടുള്ള ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെ പറ്റിയൊക്കെയാണ് പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. പുതിയ ആകാശം, പുതിയ ഭൂമിയും അതിനെ പറ്റി പ്രവചന ആത്മാവ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇനിയും കർത്താവ് വീണ്ടും വരുമെന്നുള്ളതാണ്, അല്ലെ? വചനം ജഡമായി തീർന്നു. അങ്ങനെ കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവ് പാപരഹിതമായ ഒരു ജീവിതം നയിച്ചു. ദൈവത്തിന്റെ സമയത്ത് താൻ കാൽവരി മരണം സ്വീകരിച്ചു, താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, താൻ അനേകർക്ക് പ്രത്യക്ഷമായ ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു. ആ പരിശുദ്ധാത്മാവിനാലാണ് നാം കർത്താവിനെ സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് നാം സ്വീകരിക്കുന്നത്. അങ്ങനെ അനുദിനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നാം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി ദൈവം നമ്മെ അനുദിനം തീർക്കുന്നു. അങ്ങനെ നാം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി തീരണം നാം. അങ്ങനെ അനുദിനം കർത്താവിൽ വസിച്ച് അനുതാപമുള്ള ഹൃദയത്തോടെ, പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ എന്നും ദൈവത്തിലേക്ക് കടന്നു വന്ന് സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തിൽ വസിച്ച് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീർന്ന് അവസാനത്തോളം ദൈവത്തിന്റെ രക്ഷയിൽ നിന്ന് അങ്ങനെയുള്ളവരെയാണ് കർത്താവിന്റെ 2-ാം വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത്, അല്ലെ? അങ്ങനെയുള്ള ഒരു സഭയെയാണ് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് തന്റെ പരിശുദ്ധാത്മാവിലൂടെ. അങ്ങനെയുള്ള ഒരു മണവാട്ടി സഭയെയാണ് ദൈവം അനുദിനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ സങ്കീർത്തനം 119:105 നമുക്കറിയാം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു, അല്ലെ? എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണ്. പിന്നീട് ഏറ്റവും വലിയൊരു കാര്യം വചനത്തെ പറ്റി കർത്താവ് പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 4:4, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. അത് തന്നെ ആവർത്തന പുസ്തകം 8:3 നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു അത് കോട്ട് ചെയ്യാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്യുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അതായത് ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും. അത് വെറുതെ മടങ്ങി വരുന്ന വചനമല്ല. ഇതും വളരെയധികം മിസ്കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെ വഴികളെക്കാളും നമ്മുടെ വിചാരങ്ങളെക്കാളും അത്യന്തം അഗാധമായവ തന്നെ പ്രവർത്തിക്കും. നാം സ്വപ്നം കാണുന്നതിൽ അപ്പുറമായി നമുക്ക് നൽകിത്തരും. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലല്ല ഇത് പറയുന്നത്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനാണ് ഈ വചനം ഭൂമിയിലേക്ക് വരുന്നത്. അതായത് അത് മഴയും ഹിമവും ഭൂമിയെ നനയ്ക്കുന്നത് പോലെ, ഭൂമിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് പോലെ ഈ വചനം നമ്മുടെ ചൈതന്യത്തിന്, നമ്മുടെ രൂപാന്തരത്തിന്, നമ്മുടെ വിശ്വാസത്തിന് കാരണമായി തീരുന്നു. അതാണ് ഈ വചനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മിൽ വിശ്വാസം ഉളവാക്കുക, നമുക്ക് രൂപാന്തരം വരുത്തുക, അല്ലേ?
അങ്ങനെ രൂപാന്തരം വരുത്തി ദൈവത്തിനായി ഒരു മണവാട്ടി സഭയെ ഒരുക്കുക. അങ്ങനെ ഒരുക്കിയിട്ടാണ് അങ്ങനെ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വചനം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ. അങ്ങനെ ഈ ഒരുക്കുന്ന ഈ മണവാട്ടി സഭ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്, അല്ലേ? അതാണ് നാം ഓരോരുത്തരും നിവർത്തിക്കേണ്ടത്. നാം മണവാട്ടി സഭയുടെ അംഗം എന്ന നിലയിൽ, നാം ഓരോരുത്തരും വിശ്വാസികൾ എന്ന നിലയിൽ ഈ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം പ്രമാണിക്കണം, അല്ലെ? ഈ വചനത്തിൽ നാം നിലനിൽക്കണം. അങ്ങനെ വചനത്തിൽ നിലനിൽക്കുന്നതിലൂടെ നാം ദൈവത്തെ അധികമായി നാം അറിയും, അല്ലേ? ദൈവത്തെ അധികമായി അറിയുമ്പോൾ പിന്നീട് നാം ദൈവത്തോട് അടുക്കുക ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ അനുദിനം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം, പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലേ? അതാണ് ദൈവം ഈ വചനത്തിലൂടെ സാധിപ്പിക്കുന്നത്. അതാണ് ദൈവം ഈ വചനത്തിലൂടെ നിവർത്തിക്കുന്നത്, അല്ലേ? ഈ വചനം നമുക്ക് രൂപാന്തരം വരുത്തുന്നു. ഈ വചനം നമുക്ക് വിശ്വാസം ഉളവാക്കുന്നു. ഈ വചനം നമുക്ക് നിത്യജീവൻ നൽകിത്തരുന്നു, അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പഠനത്തിന്റെ സമ്മറി എന്താണ്? നമ്മൾ തുടങ്ങിയത് 6-ാം വാക്യത്തിലാണ്. 55-6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്, അല്ലേ? ദൈവത്തെ നാം അന്വേഷിക്കണം. സത്യമായി തന്നെ നാം ദൈവത്തെ അന്വേഷിക്കണം, അല്ലേ? സത്യമായി തന്നെ നാം അവനെ വിളിച്ചപേക്ഷിക്കണം. പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടു കൂടെ തന്നെ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തെ നാം അന്വേഷിക്കണം, അല്ലെ? അങ്ങനെ അന്വേഷിക്കുന്നുള്ള ഒരു തലമുറയുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കും. അപ്പൊ അങ്ങനെ നാം ഹിഡൻ അജണ്ടകൾ കൂടാതെ ദൈവത്തെ അന്വേഷിക്കണം. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്തുവാ ചെയ്യേണ്ടത്? പാപ വഴികളെ ഉപേക്ഷിച്ചിട്ട് വേണം അന്വേഷിക്കുവാൻ. നാം ദുഷ്ടത നിറഞ്ഞ, അനീതി നിറഞ്ഞ വഴികളിലൂടെ നടക്കുമല്ല, മറിച്ച് ദുഷ്ടതയെ ദ്വേഷിച്ച് പാപ വഴികളെ ഉപേക്ഷിച്ച് വേണം ദൈവത്തെ അന്വേഷിക്കുവാൻ. അങ്ങനെ അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരണം. അങ്ങനെ അടുത്തു വരുമ്പോൾ, അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? നമുക്ക് കരുണ ലഭിക്കും, നമുക്ക് പാപക്ഷമ ലഭിക്കും, അല്ലെ? ദൈവം തന്റെ കരുണ നമ്മുടെ മേൽ വർഷിപ്പിക്കും, ദൈവം പാപക്ഷമ നമുക്ക് നൽകിത്തരും. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്തതാണ്, അത്യന്തം അഗാധമായവയാണ്, അല്ലെ? പാപ വഴികളല്ല ദൈവത്തിന്റെ, അനീതിയുള്ള വിചാരങ്ങളല്ല ദൈവത്തിന്, ദുഷ്ടത നിറഞ്ഞ വിചാരങ്ങളോ വഴികളോ അല്ല. അതിനേക്കാൾ ഉയർന്ന വിശുദ്ധ വഴികളും വിശുദ്ധ വിചാരങ്ങളുമാണ് ദൈവത്തിന്റെ. നമുക്ക് മനസ്സിലാകുവാൻ കഴിയുകയില്ല. അത്യന്തം അഗാധമായവയാണ്. തന്റെ ദയ അത്യന്തം അഗാധമായവയാണ്. തന്റെ ദയ ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ ആണ് തന്റെ ദയയും വഴികളും വിചാരങ്ങളും. നമുക്ക് മനസ്സിലാകുവാൻ കഴിയുകയില്ല. അതിൽ പാപമില്ല, മറിച്ച് നമ്മെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഓരോ ദിവസവും, അല്ലേ? അതിനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് ആ വചനം പുറപ്പെടുന്നത്. ആ വചനത്തിലൂടെയാണ് നാം ദൈവത്തെ അധികമായി അറിയുന്നത്, അല്ലെ? ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ദൈവത്തെ അധികമായി നാം അറിയുന്നത് ദൈവ വചനത്തിലൂടെയാണ്. ആ വചനം നമ്മെ അനുദിനം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആ വചനം നമ്മിൽ വിശ്വാസം ഉളവാക്കും, നമ്മിൽ രൂപാന്തരം വരുത്തും. ആ വചനം നമ്മെ അനുദിനം ഒരുക്കുകയും ചെയ്യുന്നു. ഒരു മണവാട്ടി സഭയായി, ഒരു കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇല്ലാത്ത ഒരു മണവാട്ടി സഭയായി നമ്മെ അനുദിനം ഈ വചനം ഒരുക്കുന്നു, അല്ലേ? ഈ വചനത്തിന്റെ പൂർത്തീകരണം നമ്മൾ എവിടെ കണ്ടത്? ഈ വചനത്തിന്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിൽ നാം കണ്ടത്, അല്ലേ? അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നത്, വചനം ജഡമായി തീർന്നു, അല്ലേ? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ കർത്താവിൽ നാം അനുദിനം നമ്മുടെ വിശ്വാസം അർപ്പിക്കണം. ഈ കർത്താവിൽ നമ്മുടെ പ്രത്യാശ നാം അനുദിനം വെക്കണം. ഈ കർത്താവിലായിരിക്കണം നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ അടിസ്ഥാനം. ഹീസ് ദ ആങ്കർ ഓഫ് അവർ സോൾ, അല്ലേ? ഈ കർത്താവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉടയവൻ, അല്ലേ? നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, നമ്മുടെ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നതിനായ ഈ കർത്താവിൽ നമ്മുടെ അനുദിന ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.